1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 8000-8001-20. ഒരു അത്ഭുത ബാലനാണ്. കാരണം ഒരു ഭയങ്കര ബോൺ ടാലന്റ്. ഇவ்வளோ ചില ആൾക്കാർക്കുണ്ട്, ചില കുട്ടികൾക്കുണ്ട് ജനിക്കുമ്പോഴേ ഒരു ഹൈ പിച്ചിൽ ക്ലീൻ ആയിട്ട് പാടുന്നത്, അതിന്റെ ചെറിയ ചെറിയ ന്യൂൻസസ് എല്ലാം അവരറിയാതെ തന്നെ വരുന്നത്. മിടുക്കനാണ് കേട്ടാ. ഗോഡ് ബ്ലെസ് യു. റിമി ചേച്ചി തിരിച്ചു വന്നപ്പോ കിട്ടിയ ആര്യന്റെ ട്രീറ്റ് ഇഷ്ടപ്പെട്ടോ? സന്തോഷേ. എനിക്ക് ഇതിനകത്ത് ഒരു ലൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏതാ? നീ എന്റെ പേര് പറഞ്ഞില്ലടാ, നീ അറിയാതെ എന്റെ പേര് വിളിച്ചു, ഞാൻ കണ്ടുപിടിച്ചു. പറയട്ടെ എവിടെയാന്ന്? എന്തേ റീമി തുള്ളാൻ എന്തേ അതങ്ങോട്ട് ചൂണ്ടിയപ്പോ റിമി ചേച്ചി വിചാരിച്ചു അയ്യോ എന്നെ പറഞ്ഞതാണ്. അയ്യോ എന്തേ ടോമി തുള്ള, അങ്ങനെയാണ് പാടിയേ? അങ്ങനെ പാടില്ല. എടാ വിളിച്ചോടാ, ഡാൻസ് കളിക്കാൻ വരാൻ പറ. ശരി, എന്നാ ഇങ്ങനെ എന്തേ റീമി തുള്ള പഠിക്കാൻ കേക്കട്ടെ. അങ്ങനെ റീമി തുള്ളാൻ എന്തേ പോരാത്തു. അങ്ങനെയാണ് ചെന്ന് വരണം. അതാണ് സ്പിരിറ്റ് അല്ലേ മോനെ? ഞങ്ങള് സ്ഥിരം ഡാൻസ് ഉള്ള, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഞങ്ങൾ കുറെ നാളായില്ലേ കണ്ടിട്ട്. ഡാൻസ്. അപ്പൊ ആര്യൻകുട്ടൻ വീണ്ടും ഈ പാട്ട് 2 ലൈൻ പാടും, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഡാൻസ് കളിക്കും. ഓക്കെ? എനിക്ക് എക്സസൈസ് കഴിഞ്ഞു. കുറച്ചു നാൾ കൂടി വന്നെന്ന് പറഞ്ഞ് എന്നിട്ട് ഇങ്ങനെ പണിയിട്ട് വീണോ? പക്ഷെ ഞാൻ എൻജോയ് ചെയ്തു. റിമി ഒരു ഗുണമുണ്ട് കേട്ടാ, ഇന്നിനിയിപ്പൊ നമുക്ക് അവിടെ ഇവിടെ പോകണ്ട, എക്സസൈസിന് പോകണ്ട, ഇത് ധാരാളം മതി. കൈയൊന്ന് ശരിക്കും റെഡിയായി വരുന്നുണ്ട്, അതിന്റെ ചെറിയ അഹങ്കാരം തുടങ്ങി. അതെ ഇപ്പൊ എടുത്തു വെക്കുന്നേ. അടിപൊളി 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 അടിപൊളി. ഞാനേ 4 വരി എന്തോ പാടുമെന്ന് വിചാരിച്ചു, ഇത് ഫുള്ള് പാടിയവൻ. അനുപല്ലവിയും. അല്ല ഞാൻ നോക്കിയപ്പോ ഒരാൾ അങ്ങോട്ട് പോണവരാണ്, ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ഡാൻസ് കളിക്കുന്നു. അവസാനം നമ്മൾ ഓക്കെ. ചക്കര ഇനി ഒന്നും പറയില്ല. അല്ല ഞാൻ എന്തോന്ന് പറയാൻ, കൊറേ ദിവസം കൂടി വന്നപ്പോ മനസ്സ് സന്തോഷായി, ശരീരം ഒന്ന് എന്താ പറയാ നിന്റെ കൂടെ. പിന്നെ കേരള ഗാന്ധി കേളപ്പൻജിയുടെ ഒരാള് വന്നിട്ട് എനിക്ക് നന്ദകുമാർ അങ്കിളും പിന്നെ നന്ദകുമാർ അങ്കിളിന്റെ മോനും ഞാൻ കണ്ടുപിടിച്ചത് ഈ കറുത്ത ഷർട്ട് ഇട്ട നന്ദകുമാർ അങ്കിൾ അല്ല. സോറി അല്ല, അത് ആ താഴൊക്കെ തിരിഞ്ഞു നന്ദകുമാർ അങ്കിള് മറ്റേ കറുത്ത ഷർട്ട് ഇട്ടത് തിരിഞ്ഞു പോയതാ. എന്തൊരു ഗിഫ്റ്റ് തരാൻ കൊണ്ടുവന്നു. ആണോ? എന്നാ